ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു നോൺ വെജ് പരിപ്പുവടയാണ്, ചിക്കൻ പരിപ്പുവട. നിങ്ങൾക്കിത് ബീഫ് വെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചിക്കനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പരിപ്പുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പരിപ്പുവട ഉണ്ടാക്കാനായി ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പും 1 കപ്പ് ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെ കടലപ്പരിപ്പും ഗ്രീൻ പീസും മിക്സ് ചെയ്തിട്ടാണ് പരിപ്പുവട ഉണ്ടാക്കാറ്. ഇതിനി നമ്മൾക്ക് ഒരു ബൗളിലേക്ക് ഇടാം. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 4 മണിക്കൂർ ഇത് കുതിരാൻ വെക്കാം. 4 മണിക്കൂറിന് ശേഷം ഞാനിവിടെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പെല്ലാം ഇപ്പോൾ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് പരിപ്പ് വടയുടെ പാകത്തിൽ നന്നായി ഒന്ന് തരിതരിപ്പായി അരച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്. ഞാനിവിടെ പരിപ്പ് വടയുടെ പാകത്തിന് പരിപ്പ് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ, കുറച്ച് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. നിങ്ങൾക്ക് ബോൺലെസ് ചിക്കനും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾക്കൊന്ന് പൊടിച്ചെടുത്ത് വയ്ക്കണം. ഞാനിവിടെ ചോപ്പറിലിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ജാറിലിട്ടും ഇതുപോലെ പൊടിച്ചെടുക്കാവുന്നതാണ്. ഇനി പരിപ്പുവടയ്ക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവോള ചെറുതായി കൊത്തി എരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി കൊത്തി എരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 5 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് പരിപ്പുവടയ്ക്ക് വേണ്ട മിക്സ് തയ്യാറാക്കാം. അരച്ചു വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫ് പൊടിച്ചത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, ഇനി പരിപ്പുവടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. മസാലപ്പൊടികളും ഉപ്പുമെല്ലാം എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കുഴച്ചു വെച്ച കൂട്ടിൽ നിന്ന് ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുത്ത് കൈവെള്ളയിൽ വെച്ച് പരിപ്പുവടയുടെ ഷേപ്പിലേക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾക്ക് ബാക്കിയെല്ലാം പരിപ്പുവടയുടെ ഷേപ്പിലേക്ക് ചെയ്തെടുക്കാം. ഇനി ഈ പരിപ്പുവടകൾ ഓരോന്നും നമ്മൾക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. അങ്ങനെയാവുമ്പോൾ മുകൾ ഭാഗം പെട്ടെന്ന് കരിയുകയും ഉൾഭാഗം വേവാതിരിക്കുകയും ചെയ്യും. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. പരിപ്പുവടയുടെ 2 ഭാഗവും നന്നായി പാകത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
ഇതേപോലെ തന്നെ ബാക്കി എല്ലാ പരിപ്പ് വടയും നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.